എടാ, ഭാര്യയും ഭർത്താവും തമ്മിൽ 100 പ്രശ്നങ്ങളുണ്ടാവും. നല്ല സുഹൃത്തുക്കള് അത് പരിഹരിക്കാൻ സഹായിച്ച് അവരെ ഒരുമിപ്പിക്കുക വേണ്ടത്. നീ ചെയ്ത് ചതിക്ക് ക്ഷമയില്ല ഗിരി. ഞാൻ മദ്യപിച്ചപ്പോ എനിക്ക് പറ്റിയൊരു അബദ്ധം അത്. അല്ലാതെ മഞ്ജുവിനെ ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചതിക്കില്ല. എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞും തന്നെ ഏറ്റവും വലുത്. വെറുതെ എല്ലാത്തിനും കാരണം മദ്യമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കില്ലേ ഗിരിയേട്ടാ? ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടാൻ ശ്രമിക്കുന്നുമില്ല. അവളോട് എന്നോടൊന്ന് സംസാരിക്കാൻ പറയാ. ഞാൻ അവളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. മഞ്ജു തരുന്ന എന്ത് ശിക്ഷ ഏൽക്കാൻ ഞാൻ തയ്യാറുവാ. ഗിരിയേട്ടന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ചേച്ചി തന്നു കഴിഞ്ഞു. ഇനി ഗിരിയേട്ടന് ചേച്ചിയുടെയോ ചേച്ചിയുടെ കുഞ്ഞിന്റെയോ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇവളെന്തൊക്കെയാ ഈ പറയുന്നേ? സത്യമാണ്. നിന്റെ കൺവെട്ടത്ത് പോലും ജീവിക്കാൻ ആഗ്രഹിക്കാതെ അവള് നാട് വിട്ടുപോയി. നീ എന്താ പറയുന്നേ? അതെങ്ങനെയാ? എന്നോടൊരു വാക്ക് പോലും പറയാതെ നാട് വിട്ടു പോവേ? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ചേച്ചിയിൽ നിന്നും അങ്ങനെ ഒരു ഔചിത്യം ഗിരിയേട്ടൻ അർഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഭർത്താവെന്ന നിലയ്ക്ക് മഞ്ജു എന്നെ എത്ര വേണമെങ്കിലും വെറുത്തോട്ടെ. പക്ഷേ ഒരച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില അവകാശങ്ങളുണ്ട്. അമ്മയ്ക്കുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരവകാശവും നിനക്കില്ല ഗിരി. നീ അവളുടെ കുഞ്ഞിന് മോശമായിട്ടുള്ളൊരു മാതൃകയാണെന്ന് മഞ്ജു തീരുമാനിച്ചല്ലേ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇത് നിന്റെ കോടതിയൊന്നുമല്ല. ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു തീരുമാനം അവൾ ഒറ്റയ്ക്ക് എങ്ങനെ എടുത്തത്? പ്രീതിയുടെ കാര്യത്തിൽ ഗിരിയേട്ടൻ തീരുമാനം എടുത്തപ്പോ ചേച്ചിയോട് ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ ഗിരിയേട്ടന്റെ അഭിപ്രായവും അറിയേണ്ട ആവശ്യമില്ല. എടാ, അവൾ എങ്ങോട്ടാ പോയത്? അവൾ എങ്ങോട്ടാ പോയെന്ന് എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്കതറിയാമായിരുന്നെങ്കിലേ നിന്നോട് ഒരിക്കലും ഞാനത് പറയില്ല. പക്ഷേ മഞ്ജു ആഗ്രഹിച്ചത് ഈ നാട്ടിലുള്ളവരിൽ നിന്നും ദൂരെ പോകാനാ. നിർഭാഗ്യവശാലേ അതില് ഞങ്ങളും പെടും. ഗിരിയേട്ട കാരണം ചേച്ചി എന്നിൽ നിന്ന് പോലും അകന്നു പോയി. നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോ? അവള് പ്രഗ്നന്റ് അല്ലേ? ഈ അവസ്ഥയിൽ എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ അവളെ പറഞ്ഞയക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അവൾ അവിടെ സുരക്ഷിതയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരു ഉറപ്പുമില്ലാതെ ചേച്ചി ഞങ്ങൾ പറഞ്ഞയക്കുന്നു തോന്നുന്നുണ്ടോ? ഐശ്വര്യ മാഡം ചേച്ചിക്ക് ഒരു ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ കൂടെയാ ചേച്ചി പറഞ്ഞു വിട്ടത്. അതറിഞ്ഞാ മതി. മഞ്ജു എവിടെയാണെന്ന് ഞാൻ ഐശ്വര്യ മാഡത്തോട് ചോദിച്ച് മനസ്സിലാക്കോളാം. ഗിരി, നീ എത്ര ചോദിച്ചാലും മഞ്ജു എവിടെയുണ്ടെന്ന് ഐശ്വര്യ മേഡം പറയാൻ പോകുന്നില്ല. നിന്നീ നകലം പാലിക്കാനാ മഞ്ജു നാട് വിട്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി ചേച്ചി എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ എന്ത് ചെയ്യാനാ ഗിരിയേട്ടന്റെ ഉദ്ദേശം? ചേച്ചിയെ നിർബന്ധിച്ച് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുവോ? അല്ല, സ്ത്രീകൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവില്ലെന്നാണല്ലോ ഗിരിയേട്ടൻ വിശ്വസിക്കുന്നത്. ഈ കാണിച്ചു കൂട്ടുന്നതിന്റെ അർത്ഥവും അതല്ലേ? എനിക്ക് മഞ്ജുവിനെ സംരക്ഷിക്കണമെന്നേ ഉള്ളൂ. പ്രഗ്നന്റായ അവസ്ഥയിൽ ഒറ്റയ്ക്ക് അവൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ നേരിടും? അതിനേക്കാളൊക്കെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് ഗിരിയേട്ടന്റെ മുഖത്ത് നോക്കുന്നത്.